മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ 68ാമത്തെ ഈ എപ്പിസോഡിൽ സോറിനം എന്ന അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൾഫറുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരു ഔഷധമാണിത്. സോറിനം ഈസ് ക്ലോസ്ലി അലൈഡ് ടു സൾഫർ. ദ പേഷ്യൻറ്റ് ഡ്രഗ്സ് ടു ബി വാഷ്ഡ്. കുളിക്കാൻ ഭയം. കുളിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ പേടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വഴിയെ മനസ്സിലാവും. സ്വാഭാവികമായിട്ടും ആ ഒരു അവസ്ഥയുള്ള ഒരാൾക്ക് കുളി ഭയാനകമായൊരു സംഭവമായിരിക്കും. ദ സ്കിൻ ഓവർ ദ ബോഡി, എസ്പെഷ്യലി ഓഫ് ദ ഫേസ്, ലുക്സ് ഫിൽത്തി ദോ ഇറ്റ് ഹാസ് ബീൻ വെൽ വാഷ്ഡ്. തൊലി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും, വിശേഷിച്ചും മുഖഭാഗത്തുള്ള തൊലി വളരെ വൃത്തിഹീനമായിട്ട് തോന്നും. അത് കുളിച്ച് വൃത്തിയാക്കിയാൽ പോലും കാഴ്ചയിൽ അത് വൃത്തിഹീനമായിരിക്കും. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും അത് ആപ്ലിക്കബിളാണ്, പക്ഷേ മുഖത്താണ് കൂടുതൽ അത് നോട്ടബിളായിട്ട് വരുന്നത്. എ ഡിങ്കി ഡേർട്ടി ഫോൾ ലുക്ക് ആസ് ഇഫ് കവേർഡ് വിത്ത് ഡേർട്ട്. അഴുക്ക് പുരണ്ടാകുന്ന വണ്ണം ഉള്ളൊരു ലുക്ക്. എത്ര വൃത്തിയാക്കിയാലും അഴുക്കുണ്ടെന്നുള്ളൊരു ഇത് അവസ്ഥ മാറില്ല. സ്കിൻ റഫ് ആൻഡ് അൺഈവൻ, ക്രാക്സ് ഈസിലി, ബ്ലീഡിങ് ഫിഷേഴ്സ്, ഇറ്റ് ബിക്കംസ് റഫ് ആൻഡ് സ്കെയിലി. ഇത്ര മോശമായിട്ടുള്ള അവസ്ഥയിലാണ് സോറിനം പേഷ്യൻ്റ് ത്വക്ക് നോക്കുക. റഫാണ്, പരുപരുത്തതാണ്, അണീവനാണ്, അതിനൊരു സ്മൂത്ത്നെസ് ഇല്ല. ബ്ലീഡിങ് ഫിഷേഴ്സ് ഉണ്ട്, രക്തമലിക്കുന്ന തരത്തിലുള്ള ഫിഷേഴ്സ് അവിടെയുണ്ട്. അത് പരുക്കനായിത്തീരുന്നു, സ്കെയിലി ആയിത്തീരുന്നു, സ്കെയിൽസ് ഉണ്ടാകും. നിങ്ങൾ ഇത്തരം അവസ്ഥയിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പലരെയും ഇതേപോലെ മാറാരോഗികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും 3 സഹോദരങ്ങളെ കാണാനിടയായി. 3 പേർക്ക് ഏതാണ്ട് സമാനമായ അവസ്ഥ. ഇതേപോലെ സ്കെയിലി സ്കിന്ന്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ചോര തൊട്ടെടുക്കാവുന്ന പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതേപോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹി കനോട്ട് വാഷ് ഇറ്റ് ക്ലീൻ. കഴുകാൻ പറ്റില്ല. തുടക്കത്തിൽ പറഞ്ഞില്ലേ, കുളി എന്ന് പറയുന്നത്, കുളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയം. കാരണം സ്കിന്നിൻ്റെ അവസ്ഥ ഇതാണ്. കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തോർത്താൻ പറ്റില്ലായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. ദ സ്കിൻ ഓഫ് ദ ഹാൻഡ്സ് ഈസ് റഫ്, ചാപ്സ് ഈസിലി, ബിക്കംസ് തിക്ക് ആൻഡ് സ്കെയിലി, ഈസിലി ക്രാക്സ്, breaks out in little scaly eruptions. Looks unwashed. He always appears to have dirty hands. മുഖത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. മുഖത്തൊരു വൃത്തിഹീനമായൊരു ലുക്ക് എപ്പോഴുണ്ട്. കൈയുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ക്രാക്ഡാണ്, സ്കെയിലിയാണ്, എപ്പോഴും ഡേർട്ടിയായി കാണപ്പെടുന്നു, തിക്കാണ്, ഈസിലി വേഗം ക്രാക്സ് വീഴുന്നു, എളുപ്പത്തിൽ ഇങ്ങനെ പൊട്ടൽ വീണിട്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്യും. ബ്രേക്സ് ഔട്ട് ഇൻ ലിറ്റിൽ സ്കെയിലി ഇറപ്ഷൻസ്. ചെറിയ സ്കെയിലി ഇറപ്ഷൻസ്, ചെതുമ്പൽ പോലുള്ള ഇറപ്ഷൻസ് വന്ന് അത് അടർന്നു പോകുന്ന മാതിരിയുള്ള അവസ്ഥ. മെനി ഓഫ് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ദ സ്കിൻ ആർ വേഴ്സ് ഫ്രം ബാത്തിങ് ആൻഡ് ഫ്രം ദ വാംത്ത് ഓഫ് ദ ബെഡ്. അപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളിൽ പലതും, മിക്കതും തന്നെ ബാത്തിങ് കൊണ്ടും കിടക്കയിൽ കിടക്കുമ്പോൾ കിടക്കയുടെ ചൂട് കൊണ്ടും വർദ്ധിക്കുന്നു. ഈ കിടക്കയിൽ കിടക്കുമ്പോൾ ചൂട് കൊണ്ടുള്ള വർധന നമ്മൾ നേരത്തെ മെർക്കുറീസിൽ കണ്ടു. അപ്പോൾ അത്തരം ആസ്പെക്ട്സിൽ വരുമ്പോൾ കൃത്യമായിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും. ടോട്ടാലിറ്റി നോക്കുമ്പോഴേക്കും വ്യത്യാസം വരും. മെർക്കുറീസിൻ്റെ ആണോ സ്വർണത്തിൻ്റെ ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഏതായാലും ഇവിടെയും കുളി കൊണ്ടുള്ള വർധനമുണ്ട്. അത് വളരെ കുളി കൊണ്ടുള്ള പ്രശ്നം മെർക്കുറീസിനില്ല. ദ സ്കിൻ ഇച്ചസ് വെൻ വാം, ഇച്ചസ് വെൻ വിയറിങ് വൂളൻസ്. ചൂടാകുമ്പോൾ വൂളൻ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴൊക്കെ, വൂളൻ വസ്ത്രം ധരിക്കുമ്പോൾ ശരീരം ചൂടാകും, റഫേജ് ഉണ്ടാകും. അതുണ്ടാകുമ്പോഴൊക്കെ സ്കിന്നിൻ്റെ അവസ്ഥ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ മോശമാകും. ദ സ്കിൻ ഇച്ചസ് വെൻ വാം, ഇച്ചസ് വെൻ വിയറിങ്, ഇച്ചിങ് വെൻ വാം ഇൻ ബെഡ്. ഹി സ്ക്രാച്ചസ് അണ്ടിൽ ദ പാർട്ട് ബിക്കംസ് റോ ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് സ്കേബി. അപ്പോൾ കിടക്കയിൽ കിടന്ന് കിടക്കയുടെ ചൂട് തട്ടുമ്പോൾ ചൊറച്ചിൽ തുടങ്ങും. പേഷ്യൻ്റ് ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞ് അവിടെ സെൻസിറ്റീവായി സ്കെയിലി ചെതമ്പലുകൾ പോലെ വരുന്നൊരവസ്ഥ.
വെൻ ഹീലിംഗ് ടേക്സ് പ്ലേസ് ദർ ഇസ് ഇച്ചിങ് ആൻഡ് ദെൻ ഹി ഹാസ് ടു സ്ക്രാച്ച്. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഹീലിംഗ് ഉള്ള പോലെ തോന്നും. പക്ഷേ ഈ ഹീലിംഗ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ചൊറിച്ചിൽ തുടങ്ങും, പിന്നെയും ചൊറിയണം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊറിച്ചിൽ വന്നുകൊണ്ടിരിക്കും. ലെഗ്സ് ആൻഡ് ആംസ് റോ ആൻഡ് സ്കേബി. ഇത്തരൊരു അവസ്ഥ ഈ ആവർത്തിച്ച് ചൊറിച്ച് കുറച്ച് കഴിയുമ്പോൾ ഹീലിംഗ് വരുന്നു, വീണ്ടും ചൊറിയേണ്ടി വരുന്നു. നമ്മൾ നേരത്തെയും ചില ഔഷധങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കണം. ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ടോട്ടാലിറ്റിയാണ്. ടോട്ടാലിറ്റി എടുക്കുക. ഏതെങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുമ്മൽ കണ്ടു, ഫ്രഷ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ആഴ്സനിക്ക് എടുത്ത് കൊടുക്കുന്ന അവസ്ഥ ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കേസ് സ്പോയിൽ ചെയ്യാതെ ടോട്ടാലിറ്റി എടുക്കുക. ചൊറിച്ചിലെന്ന് പറയുമ്പോൾ ചൊറിഞ്ഞ് പൊട്ടുന്നു, അപ്പോൾ ചൊറിച്ചിൽ നിൽക്കുന്നു, അപ്പോൾ ഹീലിംഗ് ആവുന്നു, വീണ്ടും ചൊറിച്ചിൽ വരുന്നു. പല ഔഷധങ്ങളുടെ അവസ്ഥയുണ്ട്. അപ്പോൾ ഏതാണെന്നറിയാൻ ടോട്ടാലിറ്റി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. ലെഗ്സ് ആൻഡ് ആംസ് റോ ആൻഡ് സ്കേബി ഫ്രം സ്ക്രാച്ചിങ്. ചൊറിഞ്ഞ് കാലുകളും കൈകളും ഒക്കെ ചൊറി പിടിച്ചതുപോലെ ആയിട്ട് മാറും. മൊത്തം ചൊറി പിടിച്ച പോലെ ആയിട്ട് മാറും. വാസ്തവത്തിൽ ഇത്തരം ചിത്രങ്ങൾ പുരാതന കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. പുരാതന കാലത്തൊക്കെ വളരെ അധികം ഉണ്ടായിരുന്നു ഈ സ്കേബി ആയിട്ടുള്ള ആളുകൾ. പിന്നീട് അതിൻ്റെയൊക്കെ കണ്ടിന്യൂസ് സപ്രഷൻ കൊണ്ടാണോ എന്താണോ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അത്തരം അവസ്ഥകളൊക്കെ സപ്രസ്ഡായിട്ട് ഒളിഞ്ഞു കിടക്കുക. അതിന് പകരം എന്താ ഉള്ളത്? ക്യാൻസർ. തൊലിപ്പുറമെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല. പകരം ക്യാൻസർ, കിഡ്നി ഡിസീസ്, മാനസിക രോഗങ്ങൾ, ലിവർ രോഗം, സിറോസിസ്, അങ്ങനെയുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. മുൻപ് ഇൻറ്റേർണൽ പ്രശ്നങ്ങളില്ല. ക്യാൻസർ എന്ന് പറയുന്നത് വല്ലപ്പോഴും എൻ്റെ ബാല്യത്തിൽ ഒരു ക്യാൻസർ കേസാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ക്യാൻസർ വന്ന് മരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ആളുകൾ തൊലിപ്പുറകെ പ്രശ്നങ്ങളുണ്ട്. ചൊറി സർവ്വസാധാരണമാണ്. ഇതേപോലുള്ള അവസ്ഥകൾ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പുരാണങ്ങൾ നോക്കിക്കോ, പല മതപുരാണങ്ങൾ നോക്കിക്കോ. അശ്വത്ഥാമാവിനെ കുറിച്ച് മഹാഭാരതത്തിലുണ്ട്. ശരീരം മുഴുവൻ വ്രണങ്ങളുമായി ഇങ്ങനെ ലോകം മുഴുവൻ അലഞ്ഞു കിടക്കുന്ന പറയും. അങ്ങനെ ഇതൊരു പുരാതനമായ ഒരു രോഗാവസ്ഥയാണ്, ഒരു സോറയുടെ ഒരു ആദിമ രൂപം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ള സംശയം നിങ്ങൾക്ക് വരാം. അതിൻ്റെ കാരണം സപ്രഷനാണ്. സപ്രഷന് ഫലമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ സപ്രസ്ഡ് കണ്ടീഷനെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഹീൽ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ധർമ്മമുണ്ട്. അപ്പോൾ ഇത്തരം ഔഷധങ്ങളൊക്കെ അവിടെ നമുക്ക് പോയിരിക്കും. വയലൻ്റ് ഇച്ചിങ് ഫ്രം ദ വാംത്ത് ഓഫ് ദ ബെഡ് ഈവൻ വിത്തൗട്ട് എനി ഇറപ്ഷൻ. അപ്പോൾ ഒരു ഇറപ്ഷനും ഇല്ലെങ്കിൽ പോലും കിടക്കകളുടെ ചൂടുകൊണ്ട് വയലൻ്റ് ആയിട്ടുള്ള ഇച്ചിങ് വരും. ദ സ്കിൻ ഈസ് അൺഹെൽത്തി, ലുക്സ് ഡേർട്ടി, ഡിങ്കി, studded with capillary blood vessels and enlarged veins. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കാപ്പിലറി ബ്ലഡ് വെസൽസ്, എൻലാർജ്ഡ് വെയിൻസ് ഇതൊക്കെ ഉണ്ട്. സത്യത്തിൽ പറഞ്ഞ ഒരു ബീഭത്സമായ രൂപമാണ് ഈ സോർണം പേഷ്യൻ്റ്. കണ്ടാൽ ഭയന്നു പോകും. ദിസ് ഈസ് ദ സ്റ്റേറ്റ് ബിഫോർ ദ ഇറപ്ഷൻ അപ്പിയേഴ്സ്. ഇറപ്ഷൻ പുറത്ത് വരുന്നതിനുള്ള സ്റ്റേറ്റ് ഇതാണ്. സ്കാബ്സ് ഫോം ഫ്രം സ്ക്രാച്ചിങ് ആൻഡ് ദെൻ കംസ് ദ ഇറപ്ഷൻ. അപ്പോൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അവിടെ ചൊറി പോലെ വരുന്നു, തുടർന്ന് ഇറപ്ഷൻ ഉണ്ടാകും. പാപ്യൂൾസ്, പിമ്പിൾസ്, ക്രസ്, ബോയിൽസ്, വെസൈക്കിൾസ് ആൻഡ് ഇറപ്ഷൻസ് ഊസ് എ വാട്ടറി മോയ്സ്ചർ. അപ്പോൾ എല്ലാത്തരം ഇറപ്ഷനുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്ത എല്ലാത്തരം ഇറപ്ഷനുണ്ട്. ഇത് ഇറപ്ഷൻ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു വാട്ടറി ഊസിങ് ഇതിൽ നിന്ന് വരും, വെള്ളമൊലിക്കും. വെൻ ദ ഇറപ്ഷൻ ഹാസ് ഗോൺ ഓൺ ഫോർ സം ടൈം ദ ക്രസ്റ്റി ഫോർമേഷൻ ആൻഡ് വെസൈക്കിൾസ് മിങ്കിൾ. ദ സ്കിൻ ബിക്കംസ് തിക്കൻഡ് ആൻഡ് ഇൻഡ്യൂറേറ്റഡ് ആൻഡ് ന്യൂ ക്രോപ്സ് കം ഔട്ട് അണ്ടർ ദ ഓൾഡ് ക്രസ്റ്റ്. റോനസ്, ഇച്ചിങ്, ടിംഗ്ലിംഗ്, ക്രോളിംഗ്, ബ്ലീഡിങ്. കണ്ടോ? അതാണ് ബീഭത്സമായ അവസ്ഥ എന്ന് പറയുന്നത്. കണ്ടോ? വെൻ ഇറപ്ഷൻസ് കുറച്ച് നേരം മാറി നിൽക്കുമ്പോൾ ക്രസ്റ്റി ഫോർമേഷൻ ഉണ്ടാകുന്നു. ഈ ക്രസ്റ്റി ഫോർമേഷൻസും വെസൈക്കിൾസും തമ്മിൽ കൂടിക്കലരുന്നു. അങ്ങനെ സ്കിന്നാകെ തിക്കാവുന്നു, ഇൻഡറേറ്റഡ് ആവുന്നു. തിക്കനിങ്ങും ഇൻഡറേഷനും സംഭവിക്കുന്നു. പിന്നെ പുതിയതായിട്ട് ഈ
ഓൾറെഡി നേരത്തെയുള്ള ക്രസ്റ്റിൻ്റെ കീഴെ പുതിയ പുതിയ എറപ്ഷൻസ് ഉണ്ടായി വരുന്നു. അത് റോയായി തീരുന്നു, ഇച്ചിങ് ഉണ്ടാകുന്നു, ടിംഗ്ലിങ് ഉണ്ടാകുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു, എല്ലാത്തരം പ്രശ്നങ്ങളും. സ്കിന്നിലില്ലാത്ത പ്രശ്നങ്ങളില്ല. സത്യത്തിൽ ഞാനിപ്പോഴത് ഓർക്കുന്നുണ്ട്, 3 സഹോദരങ്ങളുണ്ട്. വളരെ കണ്ട പേടിച്ചു പോകുമായിരുന്നു. അതിൽ 2 കുട്ടികൾ ഇടയ്ക്കൊക്കെ സ്കൂളിൽ വരുമായിരുന്നു. ഈ ദുർഗന്ധം കാരണം ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. ഇന്നൊക്കെ ഉള്ള പോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവസാനം ഈ കുട്ടികൾ വരാതെ ഒരാൾ ഹൈസ്കൂൾ വരെയൊക്കെ വല്ലപ്പോഴൊക്കെ വന്നുപോയി. പിന്നീട് അവർ ഈ 3 പേരും അകാലത്ത് മരിച്ചു പോവുകയും ചെയ്തു. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും അവിടെ കിട്ടിയില്ല. ഞാൻ ഹോമിയോപ്പതിയെക്കുറിച്ചൊക്കെ പരിചയപ്പെട്ട ശേഷം ഞാൻ ഇവരൊന്ന് സന്ദർശിക്കാൻ പോയി. അതിലൊരാൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെ വേറെ ഏതോ അനാഥാലയങ്ങളിലോ സെൻ്ററിലേക്ക് കൊണ്ട് ആക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഏതാണ്ട് എൻ്റെ സമപ്രായക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സ ഏർപ്പാടാക്കാൻ നോക്കി. പക്ഷേ ഒരു തരത്തിലുള്ള സഹകരണമോ ആ വ്യക്തിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ചുറ്റുപാടും ഉണ്ടായില്ല. അതുകൊണ്ട് ആ ശ്രമം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. Eczema of the scalp and face. The crust cover the scalp. The hair falls out. The oozing lifts up the crust and exposes new vesicles. It looks like raw beef and tingles so that the child cannot keep its fingers off it. Worse at night, worse from the warmth of the bed, worse from warm applications, anything that would keep the air away from it. Ameliorated by cool air and worse from covering. നമ്മൾ നേരത്തെ കൈകാലുകളിലും തൊലിയിലും മുഖത്തുമൊക്കെ പറഞ്ഞപ്പോൾ സ്കാൽപ്പിലും തലയിലുമുണ്ട്. തലയിൽ എക്സീമ, സ്കാൽപ്പിലും ഫേസിലും. ഈ തലയിൽ ക്രസ്റ്റ് ഫോം ചെയ്യുന്നു, മൊത്തം ക്രസ്റ്റ് ഉണ്ടാകുന്നു, മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നു. ഈ ഒരവസ്ഥ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സഹോദരങ്ങളുണ്ടായിരുന്നു. മിക്കവാറും മുടി ഉണ്ടാവില്ല. തൊലി വന്നിട്ട് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ ഈ പറയുന്ന റോ ബീഫ് പോലെ ഒരു മാംസ കഷ്ണം പോലെ തോന്നും. ലുക്സ് ലൈക്ക് റോ ബീഫ് ആൻഡ് ഇറ്റ് ടിങ്കിൾസ് സോ ദാറ്റ് ദ ചൈൽഡ് കനോട്ട് കീപ് ദ ഫിംഗേഴ്സ് ഓഫ് ഇറ്റ്. എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിലും ഇതും തോന്നിയിട്ട് കൈ അവിടെ നിന്ന് എടുക്കാൻ തോന്നില്ല. ആ കുട്ടിക്ക് കൈ എടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ചൊറിച്ചില്ല. വോഴ്സ് അറ്റ് നൈറ്റ്, രാത്രി വർദ്ധിക്കുന്നു. വോഴ്സ് ഫ്രം ദ വാം ഓഫ് ദ ബെഡ്, കിടക്കയുടെ ചൂട് വർദ്ധിക്കുന്നു. വോഴ്സ് ഫ്രം വാം ആപ്ലിക്കേഷൻസ്, എന്ത് വാം ആപ്ലിക്കേഷൻ ഉണ്ടായത്, നേരത്തെ പറഞ്ഞ വൂളൻ വസ്ത്രങ്ങൾ, എന്ത് വാം ആപ്ലിക്കേഷൻ കൊണ്ട് വർദ്ധിക്കുന്നു. ആ റോ ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും എയർ കോണ്ടാക്റ്റിനെ മാറ്റുന്ന എന്തും വർധന ഉണ്ടാക്കുന്നു. ഒരു റാപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എയറിനെ മാറ്റി നിർത്തുന്ന, എയർ കോണ്ടാക്റ്റിനെ മാറ്റുന്ന എന്ത് വന്നാലും വർദ്ധിക്കുന്നു. അമീലർ ബൈ കൂൾ എയർ, തണുത്ത വായുവാണ് ഒരു അമീലറേഷൻ. തണുത്ത വായു കിട്ടുമ്പോൾ അമീലറേഷൻ. ആൻഡ് വേർഡ്സ് ഫ്രം കവർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ മോശമാവും. This is opposite of the general soreness stage, which is aggravated from the open air. അപ്പോൾ സോറിൻ്റെ ജനറൽ കണ്ടീഷൻ ഓപ്പൺ എയർ കൊണ്ട് അഗ്രവേഷനാണ്. പക്ഷേ ഇത്തരം റോ പാർട്സ് മാത്രം കൂൾ എയർ കൊണ്ട് അമീലറേറ്റ് ചെയ്യും. ഹി ഹാസ് ആൻ ആവേഷൻ ടു ഓപ്പൺ എയർ. സോർണം പേഷ്യൻറ്റിന് പൊതുവെ ഓപ്പൺ എയറിനോട് ആകർഷണമുള്ളത്. പക്ഷേ ഈ റോ ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം കൂൾ എയർ കിട്ടി കഴിഞ്ഞാൽ ഒരു അമീലറേഷൻ ഉണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദ ഇറപ്ഷൻ ഗോസ് ഓൺ, സ്പ്രെഡ്സ് ആൻഡ് ദ ട്രൂ സ്കിൻ ബിക്കംസ് എലിവേറ്റഡ്, തിക്കൻഡ്, ഇൻഡുറേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ് വാസ്കുലാരിറ്റി ആൻഡ് റെഡ്നെസ്. അപ്പോൾ ഇറപ്ഷൻസ് ഇങ്ങനെ തുറന്നു പോകുന്നു, ഇറപ്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു, സ്കിന്ന് എലിവേറ്റഡായി തീരുന്നു. നോക്കൂ, തൊലി ഇങ്ങനെ ഉയർന്നു വരുന്നു. ഇറപ്ഷൻസ് മൊത്തം ഇറപ്ഷൻസ് കൊണ്ട് തൊലി മൊത്തം എലിവേറ്റഡായി തീരുന്നു, തിക്കാവുന്നു, ഇൻഡ്രേറ്റഡ് ആവും. ഇത് ആവർത്തിച്ച് എൻ്റെ പറയുകയാണ്. ഇത്രയ്ക്ക് മാർഗ്ഡാനസ് ഉണ്ടോ. ദെൻ ഇൻക്രീസ് വാസ്കുലാരിറ്റി ആൻഡ് റെഡ്നെസ്. വാസ്കുലാരിറ്റി വർദ്ധിക്കുന്നു, റെഡ്നെസ് വർദ്ധിക്കുന്നു. ദ ഊസിങ് ഈസ് ഒഫൻസീവ് ലൈക്ക് കാരിയൻ ഓർ ഡിക്കമ്പോസ് മീറ്റ്. നോസിയേറ്റിംഗ് ഓർഡർ ഫ്രം ദ ഊസിങ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഊസിങ് ചൊറിയുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും. എൻ്റെ ദുർഗന്ധം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഡിക്കമ്പോസ് ക്ലാരിയൻ, ഈ ജന്തുക്കൾ പക്ഷികളൊക്കെ ചത്ത് ചീഞ്ഞ മണം, അത്രക്ക് മണം ഉണ്ടോ. ഡീകമ്പോസ് മീറ്റ്, അഴുകിയ മാംസത്തിൻ്റെ മണം. നോസിയേറ്റിംഗ് ഓർഡർ, ആ മണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനും വരും. നമ്മൾ നേരത്തെ കഡേവറിക് ഓർഡർ ആഴ്സനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഉള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കഡേവറിക് ഓർഡർ കണ്ടു എന്നതുകൊണ്ട് മാത്രം
അത് ആണെന്നില്ല. ആ കടേവറിൻ്റെ ഒരു സ്മെല്ല് തന്നെയാണ്, ഡിക്കമ്പോസ്ഡ് മീറ്റിൻ്റെ സ്മെല്ല് തന്നെയാണ് സ്വർണ്ണത്തിനും വരുന്നത്. അപ്പോൾ മറ്റ് ജനറൽ സിംറ്റംസും എല്ലാമായിട്ട് കൂട്ടി വായിക്കണം. കൂട്ടി വായിച്ചിട്ട് വേണം ഔഷധം കൊടുക്കാൻ. ഞാൻ ഈ കൂട്ടി വായനയെക്കുറിച്ചും ടോട്ടാലിറ്റിയെക്കുറിച്ചും ജനറൽസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാൻ കാരണം, നമ്മൾ ടോട്ടാലിറ്റി എടുക്കാതെ എന്തെങ്കിലും കീനോട്ട് കണ്ടുകൊണ്ട് ഒരൗഷധം കണ്ണുകൂട്ടി കൊടുക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട്. അത് ഫെയിലിയറിലേക്ക് മാത്രം നയിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീഷണർ എന്നുള്ളത് പേരെടുക്കുന്നതിന് വലിയ തടസ്സമായിരിക്കും. മാത്രമല്ല, രോഗബാധിതരായുള്ള മനുഷ്യർക്ക് ഹോമിയോപ്പതിയിൽ നിന്ന് അവർ അർഹിക്കുന്ന ഒരു ശാന്തി അവർക്ക് ലഭിക്കുകയില്ല. വളരെ കെയർഫുള്ളായിരിക്കുക. എപ്പോഴും രോഗിയുടെ ജനറൽ കണ്ടീഷൻ ഒരു 4-5 സ്ട്രോങ് ജനറൽസിൻ്റെ ടോട്ടാലിറ്റി എടുക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ സ്വർണ്ണത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക്, ഈ ഒഫൻസീവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.